ബഹുമാനായ സച്ചിദാനന്ദ സ്വാമി, വേദിയിലുള്ള ബഹുമാനായ മന്ത്രി GR അനിൽ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ സെഷനിലാണ് പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നത്. 12 മണിക്കുള്ള സെഷനായിരുന്നു. എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇന്ന് രാവിലെ ചേരേണ്ട മന്ത്രിസഭാ യോഗം ഉച്ചയ്ക്ക് 12 മണിയിലേക്ക് മാറ്റിയിരുന്നു. ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടതുണ്ടായിരുന്നതുകൊണ്ട് ആ സമയക്രമത്തിൽ ഒരു മാറ്റം വരുത്തിയത് കൊണ്ടാണ് 12 മണിയുടെ സമ്മേളനത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോയത്. എന്നാൽ ഏറെ വർഷമായി വ്യത്യസ്ത സമ്മേളനങ്ങളിൽ ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത് അഭിമാനമായി കരുതുന്ന ഒരാളെന്ന നിലയിൽ ഈ സെഷനിൽ വന്ന് 2 വാക്ക് സംസാരിച്ചു പോകുക എന്നാണ് കരുതിയത്. അതിന് അനുമതി നൽകിയതിന് ബഹുമാനായ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുൻപാണ് ഉദ്ഘാടകനെയും 2 പേരോടും ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ ഇന്ന് ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശാസ്ത്രം സാങ്കേതിക വിദ്യയുമാണ്. സാധാരണഗതിയിൽ ഒരു തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ ഇടയില്ലാത്തൊരു വിഷയം ഈ തീർത്ഥാടനം തുടങ്ങുന്ന കാലഘട്ടത്തിൽ തന്നെ ഗുരുദേവൻ അങ്ങനെ ഒന്നുകൂടി ചർച്ച ചെയ്യണം എന്ന് വിഷയങ്ങൾ ക്രമീകരിച്ചപ്പോൾ തീരുമാനിച്ചു എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ദീർഘവീക്ഷണത്തിന്റെ കൂടി ഭാഗമാണ്. കേരളത്തിലെ വ്യവസായ വകുപ്പിന്റെ ചുമതല എടുത്തതിന് ശേഷം ശ്രീനാരായണ ദർശനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പ്രസംഗിക്കുമ്പോഴെല്ലാം ഞാൻ പരാമർശിക്കാറുള്ളത് ചെറായി പ്രസംഗം മാത്രമാണ്. സാധാരണ മറ്റ് ദർശനങ്ങളൊക്കെയാണ് പറയാറുള്ളതെങ്കിലും ചെറായി പ്രസംഗത്തിലാണ് അദ്ദേഹം ഇനി വ്യവസായമാണ് വേണ്ടത് എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചത്. ഇപ്പൊ വ്യവസായം ഇന്ന് കേരളം നന്നായി ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ എല്ലായിടത്തും വ്യവസായ പ്രദർശനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ രണ്ടാമത്തെ എന്ന് പറയാം, പക്ഷെ ഒരു സംഘടന എന്ന നിലയിൽ ആദ്യത്തെ വ്യവസായ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അത് കൊല്ലത്ത് വെച്ചാണ്. കൊല്ലത്ത് SNDP യോഗത്തിന്റെ 2ാമത്തെ സമ്മേളനത്തിലാണ് ആദ്യമായി കേരളത്തിൽ ഒരു വിപുലമായ വ്യവസായ പ്രദർശനം നടക്കുന്നത്. ആ സമ്മേളനത്തിന്റെ അജണ്ടകളിൽ ഒന്ന് അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ ഒന്ന് തന്നെ സാമൂഹ്യ വിമോചനവും ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനവും ശാസ്ത്രമായിട്ടുള്ള ചിന്തയും സംബന്ധിച്ചുള്ളതാണ്. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ആ ചിന്താധാര മുന്നോട്ട് വയ്ക്കാൻ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനറൽ സെക്രട്ടറി ആയിരുന്ന നമുക്കെല്ലാം മഹാകവിയായിട്ടുള്ള കുമാരനാശാൻ വ്യവസായി കൂടിയായി മാറിയത് ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിക്കൊണ്ടാണ്. ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ചെങ്ങമനാട് ഓട്ട് ഫാക്ടറി സ്ഥാപിക്കാൻ തുടങ്ങുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതും ഈ കാഴ്ചപ്പാടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ്. ശാസ്ത്ര മേഖലയ്ക്കകത്ത് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് സമൂഹത്തിന്റെ പുരോഗതിയെ നിർണയിക്കുന്നതിലുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്താനും അന്നേ ഗുരുദേവന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളലാണല്ലോ ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രത്യേകത. ദൈവദശകം എഴുതിയപ്പോ, സഹോദരൻ അയ്യപ്പൻ ശാസ്ത്രദശകം എഴുതിയപ്പോ അതിനെയും ഉൾക്കൊണ്ട ആ വിശാലത നമുക്ക് കാണാൻ കഴിയും. ശാസ്ത്രത്തെ ഏറ്റവും പ്രധാനമായി സ്ഥാപിക്കുന്ന അയ്യപ്പന്റെ ആ കാഴ്ചപ്പാടിനെയും അയ്യപ്പനാണല്ലോ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ആ വിശാലത ശ്രീനാരായണ ഗുരുദേവനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അത്തരം ശാസ്ത്ര ചിന്തകൾ വരുമ്പോൾ നാം കാണേണ്ട ഒരു ഭാഗം, ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല, വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒത്തിരിയേറെ ആളുകൾ ഇവിടെ സംസാരിക്കാനുണ്ട്. നിലവിലുള്ള നമ്മുടെ ജാതി ഘടനയിൽ ഉൽപാദന രീതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നില നമുക്ക് കാണാൻ കഴിയും. ഇന്ന ജാതിയിൽപ്പെട്ടയാൾ ഇന്ന തൊഴിൽ, അതിനെയെല്ലാം മാറ്റിമറിക്കുന്നതിന് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം സഹായകരമായിരിക്കും. ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് മുടി വെട്ടുക ഒരു പ്രത്യേക ജാതിയുടെ മാത്രമായി പരിഗണിക്കപ്പെട്ടിരുന്നു. പിന്നെ അതിന് ശാസ്ത്രീയമായ രീതികൾ വന്നു, പുതിയ ടെക്നോളജി വന്നു, അവന്റെ സ്വഭാവം മാറി. ഇന്ന് ഇന്ന ജാതി എന്ന രീതിയിലുള്ള എല്ലാവരും ചേരുന്ന ഒന്നായിട്ട് മാറാൻ കഴിഞ്ഞു. വിവിധ ഉൽപാദന രീതികൾക്കകത്ത് നമുക്കത് കാണാൻ കഴിയും. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി
എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതിർവരമ്പുകളെ ഭേദിക്കുന്നു എന്നുള്ള ആ ദീർഘവീക്ഷണം കൂടി ഗുരുദേവന് ശാസ്ത്രചിന്ത ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് എത്തുന്നതിൽ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിപ്ലവത്തിന്റെ 4ാം ഘട്ടമോ 5ാം ഘട്ടമോ എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭമാണ്. നിർമ്മിത ബുദ്ധി, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ടറുകൾ ചെയ്യുന്നു, റോബോട്ടുകൾ ചെയ്യുന്നു, ഉൽപാദന രീതികൾ മാറുന്നു, മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്വഭാവം മാറുന്നു. അതെല്ലാം സമൂഹത്തിന്റെ ഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുന്നു എന്ന ചർച്ചയ്ക്ക് കൂടി ഇത്തരം സന്ദർഭങ്ങൾ വേദിയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 93ാം ശിവഗിരി തീർത്ഥാടനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ N.K.